ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ 10 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും അടങ്ങുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിനിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളിലെ ചോദ്യങ്ങളും അതിൻ്റെ വസ്തുതകളുമാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമ്മൾ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും. ഇത് ചോദ്യവും ഉത്തരവും മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ് എക്സാം ഹോളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണോ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഉണ്ടാവും അതിൻ്റെ ബാക്കി വസ്തുതകളും പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ അത്രയും നല്ലതായിട്ടൊരു സബ്ജക്റ്റ് മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 20 മാർക്കാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് വാങ്ങേണ്ടത്. അതിലൊരു 18 മാർക്കെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രം, അതേപോലെ തന്നെ സ്റ്റേജ് 1, സ്റ്റേജ് 2, 3 എല്ലാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് 15-ന് മുകളിൽ മാർക്ക് വാങ്ങാനായിട്ട് പറ്റിയത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ഒന്ന് അംഗമാകാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ നമ്മൾ ചെയ്തേക്കണ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളുടെ ലിങ്കും എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സുജലം പദ്ധതി വഴി ലഭ്യമാകുന്ന 1 ലിറ്റർ വെള്ളത്തിന്റെ വില എത്ര രൂപയാണ്? സുജലം പദ്ധതി വഴി ലഭ്യമാകുന്ന 1 ലിറ്റർ വെള്ളത്തിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപയാണ്. ഓക്കെ, എന്താണ് ഈ സുജലം പദ്ധതി എന്ന് ചോദിച്ചാൽ മക്കളെ, സംസ്ഥാന റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് സുജലം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ റേഷൻ കടകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും? മിനറൽ വാട്ടർ കൂടി നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കുടിവെള്ളം നമുക്ക് കിട്ടാനായിട്ട് ഇനി എന്ത് ചെയ്യാം, റേഷൻ കടകളിൽ പോവാം. അതും മിതമായ നിരക്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന കുടിവെള്ളം കിട്ടും. ഇപ്പോൾ പുറമേ ഒക്കെ 20 രൂപയാണ് മിനറൽ വാട്ടറിന്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റേഷൻ കടകളിൽ നിന്നാണ് നമുക്കിത് വാങ്ങുന്നതെങ്കിൽ 10 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം കിട്ടും. ഓക്കെ, ഇനി ഇത് ആരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം വഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വായുടെ കുടിവെള്ളമാണ് ഈ പദ്ധതി വഴി നമുക്ക് വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വായുടെ വെള്ളമാണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിന്റെ നിരക്കുകൾ എന്നൊന്ന് നമുക്ക് നോക്കാം. 1/2 ലിറ്റർ വെള്ളത്തിന് നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് 8 രൂപയാണ്. 8 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 ലിറ്റർ കിട്ടും. 1 ലിറ്റർ വെള്ളത്തിന്റെ പൈസ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 രൂപയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 10 രൂപ. അതായത് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ലിറ്റർ വെള്ളം കിട്ടും. ഇനി 5 ലിറ്റർ വേണമെങ്കിലോ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 ലിറ്ററും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, സുജലം പദ്ധതിയുടെ പ്രകാരം നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന്റെ അളവും അതിന്റെ നിരക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് 5ഓളം പോയിന്റ്സേ നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുക. അതായത് സുജലം പദ്ധതി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട എത്രയാ, ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? കുടിവെള്ളം കിട്ടും. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? റേഷൻ കടയിൽ നിന്നാണ് കിട്ടുന്നത്. ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന പദ്ധതി നടപ്പാക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഹില്ലി അക്വ ആണ് എന്ത് ചെയ്യുന്നത്? കുടിവെള്ളം ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത് ഹില്ലി അക്വ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 5 ലിറ്ററിന് 50, 1 ലിറ്ററിന് 10, 1/2 ലിറ്ററിന് 8. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ഈ കാര്യം ഏതൊരു എക്സാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ എന്നുള്ളത് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? അതായത് സുജലം എന്ന് പറയുന്നത് എന്താണ്? റേഷൻ കട വഴി കിട്ടുന്നതാണ് ഈ പറയുന്ന കുടിവെള്ളം. അതേപോലെ 10 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം കിട്ടും. അതേപോലെ ഹില്ലി അക്വ ആണ് ഇത് വിതരണം നടത്തുന്നത്. അതേപോലെ തന്നെ 8 രൂപയ്ക്ക് 1/2 ലിറ്റർ, 10 രൂപയ്ക്ക് 1 ലിറ്റർ, 50 രൂപയ്ക്ക് എത്രയാണ്? 5 ലിറ്റർ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ബാലവേല നടക്കുന്നതായി വിവരം നൽകിയാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് ഏതെങ്കിലും ഫാക്ടറികളിലോ അതേപോലെ തന്നെ കമ്പനികളിലൊക്കെ അല്ലെങ്കിൽ ഗോഡൌണിലൊക്കെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, ബാലവേല നടക്കുന്നതെങ്കിൽ, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ബാലവേല
നടപ്പിക്കുന്നത് എന്താണ്, നിലവിൽ കുറ്റകരമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് 2500 രൂപയാണ്. ഓക്കെ, അപ്പൊ 2500 രൂപ എന്ത് കിട്ടും, പ്രതിഫലമായിട്ട് കിട്ടും. ഓക്കെ, ഇനി കുട്ടികൾക്കെതിരായുള്ള ചൂഷണം, ബാലവേല, ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യം. ചോദിച്ചേണ്ട PSC, ശരണബാല്യം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണം, ബാലഭിക്ഷാടനം. ഓക്കെ, ഇനി ബാലവേല നടക്കുന്നതായി വിവരം നൽകിയാൽ 2500 രൂപ നമുക്ക് എന്ത് കിട്ടും, പ്രതിഫലം കിട്ടും. അങ്ങനെയാണെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നുള്ളത് 1098 എന്ത്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ബാലവേല നടക്കുന്നത് വിവരം ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ വിളിച്ചു പറയും. എത്ര രൂപ നമുക്ക് കിട്ടും, 2500 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ബാലവേല, ബാലഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് എന്താണ്, വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയായിരുന്നു എന്തെന്ന് പറയുന്നത്, ശരണബാല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ, 1098. സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്, നിക്ഷയ് മിത്ര. ഓക്കെ, അപ്പോൾ നിക്ഷയ് മിത്ര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ക്ഷയരോഗമാണെന്ന് വിചാരിച്ചാൽ മതി, നിക്ഷയ, അപ്പോൾ ക്ഷയം നിക്ഷയ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ഷയരോഗം നിക്ഷയ, അപ്പോൾ നിക്ഷയ ക്ഷയരോഗം, നിക്ഷയ മിത്രയാണ് ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിക്ഷയ് മിത്ര. പദ്ധതിയുടെ ഭാഗമായി ഏത് ബാങ്കാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBI ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്, പദ്ധതിയുടെ ഭാഗമായ ബാങ്ക് എന്ന് പറയുന്നത്. SBIയുടെ എന്താണ്, CSR ഫണ്ട് ഉപയോഗിച്ചാണ് പോഷകാഹാര കിറ്റുകൾ ഇവർക്ക് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ SBIയുടെ ഏതാണ്, CSR ഫണ്ട് ഉപയോഗിച്ചാണ് പോഷകാഹാര പദ്ധതി ഇവർക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നിക്ഷയ് മിത്ര ക്ഷയം എന്നോർക്കുക. സഹകരിക്കുന്നത് ഏത് ബാങ്കാ, SBI ആണ്. ഓക്കെ, ഏത് ഫണ്ടിൽ നിന്നാ, CSR ഫണ്ടിൽ നിന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പോഷകാഹാര കിറ്റ് നൽകുന്നത്. വ്യക്തമല്ലേ? ഓക്കെ, ഇനി അടുത്തത്, സാമൂഹികവും സാമ്പത്തികവുമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സേവാസ്. ഓക്കെ, അപ്പോൾ എന്താണ്, സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സേവാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സേവ സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ്ഡ് സപ്പോർട്ട് എന്നാണ് സേവാസ് എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സേവ സെൽഫ് എമർജിംഗ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ട്. ഓക്കെ, ആദ്യം നടപ്പിലാക്കിയത് സേവാസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കിട്ടിപ്പാറ ഗ്രാമപഞ്ചായത്താണ് ആദ്യം നടപ്പാക്കിയത്. ഓക്കെ, ചക്കിട്ടിപ്പാറ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് നടപ്പാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടിപ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ സേവാസ് ആദ്യമായിട്ട് നടപ്പാക്കിയത്. ഓക്കെ, അപ്പൊ എന്താണ്, അതായത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനാണ് സേവാസ്. സേവാസ് ആദ്യമായി നടപ്പാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ഈ പറയുന്ന കോഴിക്കോടാണ്. കോഴിക്കോട് ചക്കിട്ടിപ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ ടൂത്ത് സെറ്റ്, കൃത്രിമ ദന്തം വച്ച് നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മന്ദഹാസം. ഓക്കെ, അപ്പോൾ മന്ദഹാസം പദ്ധതി എന്താണ്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ ദന്തം വച്ചു നൽകുന്ന പദ്ധതിയുടെ പേരാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ച് കൊടുക്കുന്നതാണിത്. അതേപോലെ ഭാഗികമായി മാത്രം പല്ലുകൾ മാറ്റി വയ്ക്കുന്നത് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കില്ല. ഇപ്പൊ നമ്മൾ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ 32 പല്ലും എന്ത് ചെയ്യണം, മാറ്റിയിട്ട് വേണം അതിന്റെ അടുത്ത പല്ല് സെറ്റ് വയ്ക്കാനായിട്ട്. അല്ലാതെ 12 എണ്ണോ 5 എണ്ണോ 6 എണ്ണോ അങ്ങനെയൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ പദ്ധതി വഴി നമുക്ക് ആനുകൂല്യം കിട്ടത്തില്ല. ഇനി പദ്ധതിയുടെ സഹായം എന്ന് പറയുന്നത് 5000 രൂപയായിരുന്നു. പക്ഷെ ഇപ്പൊ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10000 രൂപയാണ് എന്ത്, മന്ദഹാസം പദ്ധതി വഴി ലഭിക്കുന്നത്. അപ്പോൾ മന്ദഹാസം പദ്ധതിയുടെ ആദ്യത്തെ പൈസ എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സഹായ ആനുകൂല്യം 5000 ആയിരുന്നു. അതിപ്പോ എത്രയായി, 10000 രൂപയായി മാറി. ഓക്കെ, ഇനി 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞ BPL കുടുംബങ്ങൾക്കാണ് എന്ത് കിട്ടുന്നത്,
ഈ പറയുന്ന പദ്ധതിക്ക് ആനുകൂല്യം കിട്ടുന്നത്. ഇനി 6 മുതൽ 16 വയസ്സ് വരെയുള്ള ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതിയാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ഒരു സമയത്താണ് നമ്മുടെ പല്ലുകളെല്ലാം സെറ്റ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ് ദന്താരോഗ്യ പരിചരണം നൽകുന്ന ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്ലോസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്ന പദ്ധതിയാണ് ബ്ലോസം. മാജിക് അക്കാദമിയും അതേപോലെ നബാർഡും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഈ ബ്ലോസം എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാജിക് അക്കാഡമി ഉണ്ട്, നബാർഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ ബ്ലോസം ആണ്. എന്താണ്? കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ എന്താണ് മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്തുന്ന പദ്ധതി. ഇനി കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി പ്രസാദ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ബി അശോക് ആണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം. സംസ്ഥാന വ്യാപകമായി AI ക്യാമറകൾ, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു ഡൗട്ടും വേണ്ട, നമ്മുടെ സ്വന്തം കേരളമാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് AI ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പോകുന്ന വഴികളിൽ ഒക്കെ ഉണ്ട് എന്തെന്ന് പറയുന്നത് AI ക്യാമറ. അപ്പോൾ ഈ ഒരു AI ക്യാമറ കൊണ്ട് എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്പർ പ്ലേറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ കേരള ഗവൺമെന്റ് പറയുന്ന പോലെ തന്നെയാണ് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്പീഡ് എന്ന് പറയുന്നത് നിശ്ചിതമായ സ്പീഡ് 60 കിലോമീറ്റർ സ്പീഡ് താഴെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന 2 വീലേഴ്സിന്റെ ആ ഒരു പരിധി എന്ന് പറയുന്നത് 80 കിലോമീറ്റർ മുകളിലേക്കാണ് 4 വീലേഴ്സിന്റെ സ്പീഡിന്റെ പരിധി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഡ്രൈവ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് കേരള പദ്ധതിയാണ്. അതായത് സേഫ് കേരള പദ്ധതിക്ക് കീഴിൽ കെൽട്രോണുമായി സഹകരിച്ചാണ് ഇത് നടത്തുന്നത്. നമ്മൾ ഈ AI ക്യാമറ ഒക്കെ കാണുമ്പോൾ അതിന്റെ താഴെ എഴുതിയുണ്ടാവും കെൽട്രോൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കെൽട്രോൺ ആണ് ഈ ഒരു പദ്ധതിക്ക് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം അത് തടയുന്നതിനും വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഈ പറയുന്ന സേഫ് കേരള എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള റോഡ് അപകടങ്ങളൊക്കെ മൊത്തം കുറയ്ക്കുക, അതേപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹെൽമെറ്റുകൾ, സീറ്റ് ബെൽറ്റുകൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെൽട്രോൺ ആണ്. ഓരോ ക്യാമറകൾ നമ്മൾ നോക്കുമ്പോഴും അതിന്റെ അടിയിൽ കാണാൻ പറ്റും കെൽട്രോൺ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി ആണ്. ഓക്കെ, നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയരെ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ഈ പദ്ധതി ആരംഭിച്ചത് 2023 ജൂൺ 26-നാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. അത്ര മാത്രം പഠിച്ചാൽ മതി. 2023 ജൂൺ 26-ന് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഉയരെ. അടുത്തത് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കാം. PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്. ഏതാണ്? കുടുംബശ്രീ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? കുടുംബശ്രീ ആണ്. ഓക്കെ, അപ്പോൾ കുടുംബശ്രീയുടെ എന്താണ് കീഴിലാണ് ഡിജി കേരളം, അതായത് നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുടുംബശ്രീ ആണ് ഡിജി കേരളം പദ്ധതിയുടെ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ പദ്ധതിക്ക് പറയുന്ന പേരാണ് ഡിജി കേരളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് എന്ത്? ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2024 നവംബർ 1-നാണ്. എന്ത്? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാതെ 14 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പൗരന്മാർക്കും പരിശീലനം ഇതുവഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത 14 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പൗരന്മാർക്കും ഈ
പദ്ധതി വഴി പരിശീലനം ലഭിക്കും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പുല്ലമ്പാറ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പുല്ലമ്പാറ പഞ്ചായത്ത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഏതെന്ന് പറയുന്നത് പുല്ലമ്പാറ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തളിപ്പറമ്പാണ്, കണ്ണൂര്. ഓക്കെ, അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തളിപ്പറമ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജ്യത്ത് ആദ്യമായി ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? അതേതാണ്? നമ്മുടെ കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഗ്രഫീൻ നയം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. ഗ്രഫീൻ ഉൽപ്പന്നങ്ങളുടെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപാദന കേന്ദ്രത്തിന്റെ നിർവഹണ ഏജൻസി കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആരംഭിക്കുന്ന ഗ്രഫീൻ ഉൽപാദന കേന്ദ്രത്തിന്റെ നിർവഹണ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ഓക്കെ, നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രഫീൻ എന്ന് പറയുന്നത്. ഇനി ഒരു സിമ്പിൾ GK അല്ലെങ്കിൽ കോമൺ GK ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രഫീൻ എന്ന് പറയുന്നത് നാളെയുടെ പദാർത്ഥം. അപ്പോൾ 10 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ പറഞ്ഞത്. ഓരോന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം എന്താണോ നമ്മൾ ഓരോ ചോദ്യവും പഠിച്ചത് അതിൻ്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കൂടി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വളരെയധികം നന്നായിട്ട് അത് പെർഫോം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോവുക. അവിടെ ഇതിൻ്റെ PDF ഫയൽ അവൈലബിൾ ആയിരിക്കും. അത് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്ലാസ്സിൻ്റെ മൊത്തം ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് എന്ത് ചെയ്യാം? വൈകിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾ എന്ത് ചെയ്യാണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ് റിവിഷനിൽ ജോയിൻ ചെയ്യാത്തവരായാലും ഉണ്ടെങ്കിൽ റാപ്പിഡ് റിവിഷൻ എന്ത് ചെയ്യുക? ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൈകിട്ട് കാണാം. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.